ഞങ്ങളിപ്പോൾ CPIM ആണ്. ഞങ്ങളെ CPIMൽ നിന്ന് ഒഴിവാക്കി അല്ലെങ്കിൽ CPIM നിന്ന് പുറത്താക്കി എന്നുള്ള ഒരു മെസ്സേജ് പോലും എവിടെയും വന്നിട്ടില്ല. സാധാരണ CPIMൽ നിന്നൊരു പാർട്ടി അംഗത്തെ ഒഴിവാക്കണമെങ്കിൽ എന്ത് കാരണം കൊണ്ട് മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്നുള്ള വിശദീകരണ നോട്ടീസ് ഉൾപ്പെടെ കൊടുക്കണം. പക്ഷേ ഇവിടെ ഒരാൾക്കും ഒരു വിശദീകരണ നോട്ടീസും കൊടുത്തിട്ടില്ല. അപ്പം ഞങ്ങളിപ്പോഴും പ്രത്യക്ഷത്തിൽ CPIMൻ്റെ അംഗങ്ങളാണ്. ഞങ്ങൾ CPIMനെ ശക്തിപ്പെടുത്തുന്നതിനും ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തുന്നതിനുമാണ് ശ്രമിക്കുന്നത്. പാർട്ടിക്കകത്ത് ഇതുപോലെ സ്പിരിറ്റ് കള്ള് മാഫിയ കൂട്ടുകെട്ടിനെതിരായിട്ടുള്ള ശക്തമായ യോജിച്ച പോരാട്ടം യഥാർത്ഥ മാർക്സിസ്റ്റുകാരുടെ നേതൃത്വത്തിലാണ് ഇന്നിവിടെ നടക്കുന്നത്. കഴിഞ്ഞ CPM സമ്മേളനത്തിന് ശേഷമാണ് കൊഴിഞ്ഞാമ്പാറയിലെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയും രൂക്ഷമാവുകയും ചെയ്ത ഏരിയ കമ്മിറ്റി മെമ്പറും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റുമായ M സതീഷ് ഉൾപ്പെടെ ഉള്ളവർ പാർട്ടിയുമായി അകന്നിരുന്നു. എന്തായാലും അവർ ഒരു ശക്തി പ്രകടനം ഇവിടെ കാഴ്ചവെക്കുകയാണ്. കഴിഞ്ഞ ഈ ആഴ്ചകളിലായി നടന്ന പാൽ സൊസൈറ്റി തെരഞ്ഞെടുപ്പിൽ ഈ വിമതപക്ഷം വലിയ മുന്നേറ്റം കാഴ്ച വയ്ക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ പഞ്ചായത്ത് നിങ്ങൾ CPMൻ്റെ ഈ ചിഹ്നത്തിൽ മത്സരിച്ച് പഞ്ചായത്ത് പ്രസിഡൻ്റായ ഒരു വ്യക്തിയാണ്. ഇപ്പോൾ പാർട്ടിയുമായി അകന്നിരിക്കുന്നു. ഇനി ഈ ഇലക്ഷനിൽ എന്താണ് തീരുമാനം? അത് ഇലക്ഷൻ തീരുമാനിക്കുന്ന മുറയ്ക്ക് ഞങ്ങളൊരു തീരുമാനം എടുക്കും. ഞങ്ങൾ ഇന്ന് യഥാർത്ഥ മാർക്സിസ്റ്റുകാരുടെ ഒരു ജനാധിപത്യ കൂട്ടായ്മ ഇന്നിവിടെ കൊഴിഞ്ഞാമ്പാറയിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ്. മുഴുവൻ മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളും ഇന്ന് ഞങ്ങളിവിടെ സംഘടിപ്പിക്കുന്ന ഈ ജനാധിപത്യ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ പ്രത്യേകിച്ച് കഴിഞ്ഞ പാർട്ടി സമ്മേളനങ്ങളിൽ തോന്നിയതുപോലെ, അതായത് തൻ്റെ ഇഷ്ടക്കാരെ സംഘടന ഉപയോഗിച്ച് മറ്റുള്ളവരെല്ലാം ഒതുക്കി കുറേ ആളുകളെ ഇങ്ങനെ ഈ പാർട്ടി സംഘടനയ്ക്കകത്ത് നിയമിക്കുന്ന ഒരു സ്ഥിതിയാണ് കണ്ടത്. അതിന് പാർട്ടിയുടെ ജില്ലാ നേതൃത്വം പരിപൂർണമായിട്ടുള്ള പിന്തുണ ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ സ്പിരിറ്റ് കള്ള് മാഫിയ ഈ ചിറ്റൂർ ഏരിയ പാർട്ടിയെ കീഴടക്കിയ ഒരു സ്ഥിതിയാണ് കഴിഞ്ഞ 8-9 വർഷമായിട്ട് കാണുന്നത്. അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന പാർട്ടി സംഘടനയിലെ പ്രധാന ഘടകങ്ങളെയെല്ലാം അവരുടെ വരുതിക്ക് നിർത്തുന്നതിനും ആ നിലയിലുള്ള ഒരു ശക്തമായ വിഭാഗീയ പ്രവർത്തനം അവരേറ്റെടുത്തതാണ്. കഴിഞ്ഞ ഒരു 10-15 വർഷമായി കൊഴിഞ്ഞാമ്പാറയിലെ പാർട്ടിക്കൊപ്പം നിന്ന് ഈ UDFൻ്റെ ഒരു കോട്ടയായിട്ടുള്ള കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത് ഒരു LDF ഭരണത്തിലേക്ക് 2 തവണ CPIM നേതൃത്വത്തിൽ വരുന്നതിന് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള നേതാക്കന്മാരായിട്ടുള്ള കുറേ സഖാക്കളെ എല്ലാം പല പല കാരണങ്ങൾ കൊണ്ട് അവരെ എല്ലാം ഒഴിവാക്കി പുതിയ ആളുകളെ ഈ പാർട്ടിയിലേക്ക് കടന്നു വന്നിട്ടുള്ള പല ആളുകളെയും അവരുടെ ഇഷ്ടക്കാരെ ഓരോ ഘടകങ്ങളിൽ നിയമിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രവർത്തനം ശക്തമായ വിഭാഗീയതയ്ക്ക് കളമൊരുക്കിയിട്ടുള്ളത്. അതിനെതിരായിട്ടുള്ള ശക്തമായ വികാരമാണ് ഇവിടുത്തെ യഥാർത്ഥ മാർക്സിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ ഇന്ന് നടക്കുന്നത്. ഈ പാലക്കാട് ജില്ലയിലെ പാർട്ടി അതുപോലെ തന്നെ ചിറ്റൂർ ഏരിയയിലെ പാർട്ടി യഥാർത്ഥത്തിൽ സ്പിരിറ്റ് കള്ള് മാഫിയയ്ക്ക് കീഴടങ്ങുന്ന രൂപത്തിൽ അവർക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന ഒരു നിലപാട് പാർട്ടി സംസ്ഥാന ഘടകവും സ്വീകരിക്കുമ്പോൾ യഥാർത്ഥ മാർക്സിസ്റ്റുകാരായ മുഴുവൻ ജനങ്ങളും ഇതിനെതിരായിട്ട് പ്രതികരിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഇവിടെ കണ്ടുവരുന്നത്. ഇപ്പോൾ ഈ പാർട്ടി ജില്ലാ നേതൃത്വത്തിനെതിരെ നിങ്ങൾ സംസ്ഥാന കമ്മിറ്റിക്കൊക്കെ പരാതി നൽകിയിരുന്നു. അതിലും ഒരു പരിഹാരമാകാത്തത് കൊണ്ടാണോ ഒരു പ്രത്യേക കൂട്ടായ്മയായി മാറി ഇപ്പോൾ EMS സ്മാരകം എന്ന പേരിൽ ഒരു ഓഫീസും ഒക്കെ സെറ്റ് ചെയ്തത്? പച്ച നുണയാണ് സംസ്ഥാന നേതൃത്വത്തിന് മുമ്പാകെ ഇവിടുത്തെ ജില്ലാ സെക്രട്ടറി പറഞ്ഞു ധരിപ്പിക്കുന്നത്. ഇവിടെ കൊഴിഞ്ഞാമ്പാറയിലെ 18 പാർട്ടി മെമ്പർമാരെ മെമ്പർഷിപ്പ് പുതുക്കാത്തതുള്ളൂ, മറ്റെല്ലാവരും പുതുക്കി കഴിഞ്ഞു. ഇവിടെ വിമതപക്ഷം എന്ന നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടികളിലെല്ലാം AJK കോളേജിൽ നിന്നും അതുപോലെ തമിഴ്നാട്ടിൽ നിന്നുമെല്ലാം ആളെ കൊണ്ടുവന്നിട്ടാണ് നടത്തുന്നത് എന്ന പച്ച നുണ, കല്ലുവച്ച നുണ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് മുമ്പിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് അവകാശപ്പെടുന്ന പാർട്ടി ജില്ലാ സെക്രട്ടറി പച്ച നുണ പറഞ്ഞ് സംസ്ഥാന നേതൃത്വത്തെ പിന്തിരിപ്പിക്കുകയാണ്. ഞങ്ങൾ യഥാർത്ഥ മാർക്സിസ്റ്റുകാരാണ്. ഇവിടെ DYFIയുടെ നേതൃത്വത്തിൽ വലിയ യുവജന സംഗമം നടന്നു. എന്നിട്ട് ആ സംഗമത്തിൽ ആയിരക്കണക്കിന് ചെറുപ്പക്കാരാണ് ഈ പഞ്ചായത്തിൽ അണിനിരുന്നത്. അവരോട് ചാനലുകാർ വന്ന് ചോദിച്ചു, നിങ്ങൾ ഏതെങ്കിലും തമിഴ്നാട്ടുകാരാണോ പുറത്തുള്ളവരാണോ എന്ന് ചോദിക്കുമ്പോൾ അവരെല്ലാം ഈ പഞ്ചായത്തിനകത്തുള്ള ആളുകളാണ് എന്ന് പറഞ്ഞു. പാർട്ടി ജില്ലാ സമ്മേളനത്തിലെ ചർച്ചയ്ക്ക് മറുപടിയായി പാർട്ടി ജില്ലാ സെക്രട്ടറി ഇതെല്ലാം AJK കോളേജിൽ നിന്ന് വന്ന കുട്ടികളാണ്, കൊഴിഞ്ഞാമ്പാറയിൽ ആരുമില്ല, തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ് എന്ന പച്ച നുണ,
കല്ലുവച്ച നുണ പാർട്ടി ജില്ലാ സമ്മേളനത്തിൽ മറുപടിയായി ഇത്രയും സ്റ്റേറ്റ് നേതാക്കളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. എന്നിട്ട് ഇത് കണ്ടില്ലെന്ന് നടിച്ചിട്ടാണ് സംസ്ഥാന നേതൃത്വം ഇപ്പോൾ അനങ്ങാപ്പാറയായി നിൽക്കുന്നത്. ഇപ്പോൾ ഈ താങ്കൾ പഞ്ചായത്ത് പ്രസിഡന്റാണ്, കൊഴിഞ്ഞാമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. 7 മെമ്പർമാരുള്ളതിൽ 4 പേരും നിങ്ങളോടൊപ്പം നിൽക്കുന്ന ആളുകളാണ്. സ്വാഭാവികമായും ഈ പലതരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നു, അതിൻ്റെ ഒരു തുടർച്ച വേണമെന്ന നിലയ്ക്ക് മത്സര രംഗത്ത് എന്തായാലും നിങ്ങൾ ഉണ്ടാവില്ലേ? അത് ഞങ്ങൾ ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. അത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന മുറയ്ക്ക് മത്സര രംഗത്ത് ആരെല്ലാം വരണം, തുടർ വികസനം എങ്ങനെ ഉണ്ടാവണം എന്നുള്ളതിനെ കുറിച്ചെല്ലാം നല്ല കാഴ്ചപ്പാട് ഞങ്ങൾക്കുണ്ട്. എന്തായാലും നല്ല വികസനം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത് ഞങ്ങളുടെ നേതൃത്വത്തിൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള തികഞ്ഞ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടുന്നത്. അത് ഞങ്ങൾ നേരിടും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ പുരോഗമന പ്രസ്ഥാനങ്ങളും പുരോഗമന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന എല്ലാ സംഘടനകളുമായി നല്ല യോജിച്ച മുന്നേറ്റം ഞങ്ങൾ ഉണ്ടാക്കുന്നതിനും ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ശരിയായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കുകയാണ്. ഈ സ്പിരിറ്റ് കള്ള് മാഫിയയ്ക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്ന പാർട്ടി നേതൃത്വത്തിൻ്റെ ഈ തെറ്റായ പ്രവണതയ്ക്കെതിരായിട്ടാണ് ഞങ്ങളുടെ പോരാട്ടം എന്നുകൂടി അറിയിക്കുക. ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ LDF, CPM, CPI ഉള്ള ആളുകൾ സ്വാഭാവികമായിട്ടും മത്സരിക്കും. അവർക്ക് എതിരെ നിങ്ങളുടെ നിലപാടിന് വേണ്ടി മത്സരിക്കും എന്നുള്ളത് തന്നെയാണോ? ഞങ്ങളിപ്പോൾ CPIM ആണ്. ഞങ്ങളെ CPIM-ൽ നിന്ന് ഒഴിവാക്കി അല്ലെങ്കിൽ CPIM-ൽ നിന്ന് പുറത്താക്കി എന്നുള്ള ഒരു മെസ്സേജ് പോലും എവിടെയും വന്നിട്ടില്ല. സാധാരണ CPIM-ൽ നിന്ന് ഒരു പാർട്ടി അംഗത്തെ ഒഴിവാക്കണമെങ്കിൽ എന്ത് കാരണം കൊണ്ട് മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്നുള്ള വിശദീകരണ നോട്ടീസ് ഉൾപ്പെടെ കൊടുക്കണം. പക്ഷേ ഇവിടെ ഒരാൾക്കും ഒരു വിശദീകരണ നോട്ടീസും കൊടുത്തിട്ടില്ല. അപ്പം ഞങ്ങളിപ്പോഴും പ്രത്യക്ഷത്തിൽ CPIM-ൻ്റെ അംഗങ്ങളാണ്. ഞങ്ങൾ CPIM-നെ ശക്തിപ്പെടുത്തുന്നതിനും ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തുന്നതിനുമാണ് ശ്രമിക്കുന്നത്. പാർട്ടിക്കകത്ത് ഇതുപോലെ സ്പിരിറ്റ് കള്ള് മാഫിയ കൂട്ടുകെട്ടിനെതിരായിട്ടുള്ള ശക്തമായ യോജിച്ച പോരാട്ടം യഥാർത്ഥ മാർക്സിസ്റ്റുകാരുടെ നേതൃത്വത്തിലാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും ഒക്കെ നിങ്ങൾക്ക് എതിരാണ്, അതായത് CPIM-ൻ്റെ. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് CPIM ആണെന്ന് പറയാം? അല്ല, അത് രേഖാമൂലം അവർ പറയണമല്ലോ. ഞങ്ങൾ CPIM-ൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. 148 അംഗങ്ങൾ പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിക്ക് ഉൾപ്പെടെ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ പരാതി ഒരു പരിശോധന നടത്തി ഒരു ശരിയായ നിലപാട് പാർട്ടി സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? ഞങ്ങൾ പരാതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ജെന്യൂനായിട്ടുള്ള പരാതിയാണ്. ആ പരാതി പാർട്ടി സംസ്ഥാന നേതൃത്വം പരിഗണിക്കുക തന്നെ ചെയ്യണം. ഇവിടുത്തെ യഥാർത്ഥ മാർക്സിസ്റ്റുകാർ ആരാണ്? ഈ സ്പിരിറ്റ് കള്ള് മാഫിയക്കാരാണോ അതോ യഥാർത്ഥ പ്രവർത്തകരാണോ എന്ന് പാർട്ടി സംസ്ഥാന നേതൃത്വം തിരിച്ചറിയണമെന്നാണ് ഞങ്ങൾ ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. അതായത് ഇപ്പോഴുള്ള നേതൃത്വത്തിലുള്ള സ്പിരിറ്റ് കള്ള് മാഫിയയെ തോൽപ്പിക്കാനുള്ള പ്രവർത്തനം നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ എന്തായാലും നിർവഹിക്കും. അത് ആ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന മുറയ്ക്ക് ഞങ്ങൾ ആലോചിക്കും. കാരണം ഇവരുടെ ആ ഒരു സമീപനം അങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ അപ്പോൾ ആലോചിക്കും. അവരെ തോൽപ്പിക്കാനായി UDF-നോടൊപ്പം അല്ലെങ്കിൽ കോൺഗ്രസിനൊപ്പം സഹകരിക്കുന്ന കാര്യത്തിൽ ആ ഒരു സാഹചര്യം അനുസരിച്ച് തീരുമാനം എടുക്കുന്നതാണ്. അല്ല, അതിപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കട്ടെ. ആ സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അതായത് പുരോഗമന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന എല്ലാ പ്രസ്ഥാനങ്ങളുമായും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളത് ഞങ്ങൾ അപ്പോൾ ആലോചിക്കും.